നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. അണികൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് മിക്ക സ്ഥാനാർത്ഥികളും പത്രികകൾ നൽകിയത്. തിരുവനന്തപുരത്ത് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന് ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ആദ്യം ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. LDF, UDF, NDA മുന്നണികളുടെ ബഹുഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് മുന്നിൽ ഇന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ നേതാക്കൾക്കൊപ്പം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. 2014 കണ്ടുപോലെയും രണ്ട് പാർട്ടികളാണ് കുറച്ചും കൂടി കൂടുതൽ മത്സരത്തിൽ മുന്നോട്ട് എന്ന് കാണുന്നു. അതിൽ ഞങ്ങൾ തന്നെ മുന്നോട്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ രണ്ടാമത്തെ സ്ഥാനത്തിൽ എല്ലാവരുടെയും കാണുന്നത് BJP തന്നെയാണ്. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി V. ജോയ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മലപ്പുറം മണ്ഡലം UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ, മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ, കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി K. സുധാകരൻ, LDF സ്ഥാനാർത്ഥി MV ജയരാജൻ, NDA സ്ഥാനാർത്ഥി C. രഘുനാഥും പത്രിക സമർപ്പിച്ചു. മന്ത്രിയും ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ K. രാധാകൃഷ്ണനും NDA സ്ഥാനാർത്ഥി TN സരസുവും ഇന്നു നാമനിർദ്ദേശ പത്രിക നൽകി. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ, NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ, ത്രികോണപ്പോരിന്റെ ആവേശത്തിലേക്കെത്തിയ വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി ആനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആദ്യ ദിവസം ജനങ്ങൾ എന്നെ എങ്ങനെ സ്വീകരിച്ചുവോ അതേ ആവേശത്തിൽ, അതിനേക്കാൾ 10 മടങ്ങ് ആവേശത്തിൽ ഓരോ ദിവസം കഴിയും തോറും ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ സ്വീകരിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി, NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണി, കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, കോഴിക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീം, NDA സ്ഥാനാർത്ഥി MT രമേശ് എന്നിവരും പത്രികകൾ സമർപ്പിച്ചു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ, ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ, കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ, എറണാകുളത്ത് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ, ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, കാസർഗോട്ടെ UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ, LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ, പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി, LDF സ്ഥാനാർത്ഥി KS ഹംസ എന്നിവരും ഇന്നു നാമനിർദ്ദേശ പത്രിക നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നൽകി. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി ഇടതുമുന്നണിക്കും പിണറായി സർക്കാരിനുമെതിരെ ഒന്നും പറഞ്ഞില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. മേപ്പാടിയിൽ നിന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി രാഹുൽ ഗാന്ധി നേരെ പ്രവർത്തകർക്കിടയിലേക്ക്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും. പിന്നീട് വമ്പൻ റോഡ് ഷോ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുന്നിലുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ്. There is the issue of man-animal conflict. There is the night road issue. There is the medical college issue. It's a fight that all the people of Wayanad agree on, and I stand with them in this fight. തുടർന്ന് കളക്ടറേറ്റിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം കൽപ്പറ്റയിലെ മരവയൽ കോളനിയിലും രാഹുൽ ഗാന്ധി എത്തി. ശേഷം കാത്തുനിന്ന മാധ്യമപ്രവർത്തകരെ കണ്ടു. This election is a fight for democracy and for the Constitution of India. On one side are the forces that want to destroy the democracy of this country. കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചില്ല. ദീപക് ധർമ്മടം, 24 വയനാട്. വയനാട്ടിൽ ഇത്തവണ നാമനിർദ്ദേശ പത്രിക നൽകാൻ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ താളമേളങ്ങളും വർണ്ണ ബലൂണുകളും പ്ലക്കാർഡുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൊടികൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് പതാക രാഹുൽ ഗാന്ധിയുടെ 5 വർഷം മുൻപുള്ള റോഡ് ഷോയിൽ ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതാകാം ഒരു പതാകയും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് UDF നേതൃത്വം എത്താൻ കാരണമെന്ന് കരുതുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ അസ്തിത്വമാണ് പതാകകൾ.
പക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ഒരിടത്തും പതാകകൾ ഉയർന്നില്ല. കൈപ്പത്തി ചിഹ്നമുള്ള മൂവർണ്ണക്കൊടിയോ ചന്ദ്രക്കലയും നക്ഷത്രവുമുള്ള മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയോ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ കൊടികളോ ഒരിടത്തും ഉയർന്നില്ല. പകരം വർണ്ണ ബലൂണുകൾ, രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള പ്ലക്കാർഡുകൾ എന്നിവ മാത്രം. കൊടി വന്നാൽ ഏറ്റവും വലിയ കൊടി ഏതായിരിക്കും? വയനാട്ടിൽ ലീഗിന്റെ കൊടി. അപ്പൊ ആരെ കൊടിയാ? ലീഗിന്റെ കൊടി. ലീഗിന്റെ കൊടി കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം കണ്ടാൽ ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും ചിത്രം? അതുകൊണ്ട് തീരുമാനിച്ചു, ലീഗേ നിന്റെ കൊടി വേണ്ട. അപ്പൊ ലീഗ് പറഞ്ഞു നിന്റെ കൊടിയോ? അപ്പൊ അവർ പറഞ്ഞു എന്റെ കൊടിയും വേണ്ട. അപ്പൊ ലീഗും ഇല്ല, കോൺഗ്രസും ഇല്ല, കൊടിയേ ഇല്ല, കേവലം ബലൂൺ. അത് വളരെ പോസിറ്റീവായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തി. അത് ജനങ്ങൾ മുഴുവൻ ഹൃദയത്തിലേറ്റി ഒരേ വികാരത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡും ചിഹ്നവും മുഴുവൻ ആളുകളും ആവേശത്തോടു കൂടി ഏറ്റെടുത്തു. കൊടിക്ക് പകരം പുതിയ രീതി അവലംബിച്ചെന്ന് രമേശ് ചെന്നിത്തല. വയനാട്ടിലൊരു പുതിയ രീതി ഞങ്ങൾ അവലംബിച്ചതാണ്. രാഹുൽ ഗാന്ധി ഹൃദയത്തിലാണ്, രാഹുൽ ഗാന്ധി എല്ലാ വോട്ടർമാരുടെയും മനസ്സിലാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്താനാണ് തീരുമാനിച്ചത്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം ഒരു പുതിയ രീതി അവലംബിച്ചു എന്ന് മാത്രമേ. കൊടികളില്ലെങ്കിലും ആവേശഭരിതമായ പ്രചാരണത്തിന് തുടക്കമിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മടങ്ങിയത്. 24 വയനാട്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ UDF പതാകകൾ ഉപയോഗിക്കാത്തത് ഭീതി കൊണ്ടെന്ന CPI. മുസ്ലിം ലീഗിന്റെ കൊടിക്കൊപ്പം കോൺഗ്രസിന്റെ പതാക ഉയരുന്നത് ഉത്തരേന്ത്യയിൽ BJP പ്രചരണായുധമാക്കുമെന്ന ഭയം. സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം തന്നെ പണയപ്പെടുത്തേണ്ട സ്ഥിതി കോൺഗ്രസിനുണ്ടായി എന്നാണ് വിമർശനം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തൃശൂർ മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. വെളത്തൂർ മനക്കുടി സ്വദേശി അക്ഷയാണ് മരിച്ചത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സൂരജ്, ഇത് ആരൊക്കെ തമ്മിലാണ് ഈ ഏറ്റുമുട്ടലുണ്ടായത്? സൂരജ്, ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ളതാണ് നമുക്ക്. സൂരജ്, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. തൃശൂർ മൂർക്കനാട് ശിവക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായത്. കത്തിക്കുത്തിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വെളത്തൂർ മനക്കുടി സ്വദേശി അക്ഷയാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, 2 ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് ഇത് ഒരാൾ മരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. 5 പേർക്ക് കഴിയുന്ന ഇതിൽ 4 പേരുടെ നില ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈ ഫുട്ബോൾ കളിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ഈ വെടിക്കെട്ട് നടന്നിരുന്നു. ഈ വെടിക്കെട്ടിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ചേരി തിരിഞ്ഞ് ആളുകൾ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോയത്. അതിനിടയിലാണ് ഈ 5 പേർക്ക്, മൊത്തം 6 പേർക്ക് കുത്തേറ്റു. അതിലൊരാൾ മരിക്കുകയും ചെയ്തു. 4 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ് പറയുന്നത്. അവരെ ഈ എലൈറ്റ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ പരിക്കേറ്റ മറ്റൊരാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. ഈ മരിച്ച വ്യക്തി എന്ന് പറയുന്നത് അക്ഷയാണ്. ഈ അരിമ്പൂർ സ്വദേശിയാണ്. വെളുത്തൂർ മനക്കൊടി സ്വദേശിയായിട്ടുള്ള അക്ഷയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഈ അക്ഷയുടെ നെഞ്ചിനാണ് കുത്തേറ്റത്. ഈ അക്ഷയെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ അക്ഷയുടെ സഹോദരനടക്കം ഇത്തരത്തിൽ നേരത്തെയും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയായിരുന്നു. നിരവധി കേസുകൾ പ്രതിയാണ് അക്ഷയുടെ സഹോദരനടക്കം എന്നുള്ളതാണ് പോലീസ് തന്നെ നൽകുന്ന വിവരം. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് മടങ്ങിയാൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ഷൈൻലാൽ പാർട്ടിയിൽ യുവാക്കൾക്ക് പരിഗണനയില്ല എന്നാരോപിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. ഒരു വിഭാഗം പ്രവർത്തകർ വിമത യോഗം ചേർന്നാണ് തീരുമാനം എടുത്തത്. പാർട്ടിയിൽ നിന്നുള്ള നിരന്തര അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ഷൈൻലാൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിത്വം രാജിവെക്കുന്ന കാര്യം കരമനയിൽ വിമതയോഗം വിളിച്ചാണ് ഷൈൻലാൽ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഷൈൻലാൽ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ സ്വതന്ത്രരായി മത്സരിച്ച് വരുന്ന ചെറുപ്പക്കാർ അങ്ങേയറ്റം ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. 2009 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കുകയും എന്നെ വിജയിപ്പിക്കുവാൻ എന്നോടൊപ്പം അഹോരാത്രം പ്രയത്നിച്ച എല്ലാ പ്രവർത്തകരുടെയും താല്പര്യം അനുസരിച്ച് തിരുവനന്തപുരം പാർലമെന്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നോക്ക വിഭാഗത്തെ അവഗണിക്കുന്നു എന്നതടക്കം ഗുരുതര ആരോപണങ്ങളും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഷൈൻലാൽ ഉന്നയിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും ഷൈൻലാൽ അവകാശപ്പെടുന്നു.
സംഘടനാ പുനഃസംഘടന മുതൽ യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് നിലവിലെ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിലെ വാക്പോര് തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാമെന്നാണ് SDPI UDF ധാരണയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. കോൺഗ്രസിന് പാകിസ്ഥാന്റെ ഭാഷയാണെന്ന് കേരളത്തിന് ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി. ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കുമെന്നായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. SDPയുമായി ഒരു ചർച്ചയും കോൺഗ്രസ് നടത്തിയിട്ടില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. SDPIയുമായിട്ട് KC വേണുഗോപാലിനും അതുപോലെ തന്നെ VD സതീശനും സുധാകരനും ഉൾപ്പെടെ 3 വട്ടം ചർച്ച ചെയ്ത് ഇപ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ചാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാമെന്ന കരാറടിസ്ഥാനപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ SDPI എന്ന 6 പിന്തിരിപ്പൻ വർഗീയ വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. Rahul Gandhi will file nomination. I want to raise one question. Why you took SDPI support? Because they are not sure of what is going to happen. I always find this curious why Congress every time speaks language of terrorists, language of Pakistan and language of China. This is never heard of. This was not the Congress earlier. Congress support of SDPI, and is it only for Kerala? It can be in other states also, Karnataka and many other states. ഞങ്ങളുടെ ഇലക്ഷനെ ആര് സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങൾ തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല, ചർച്ച പോലും നടത്തിയിട്ടില്ല, പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ആർക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ്, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അവർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമില്ല, അവർ വോട്ട് ചെയ്യും. തിരുവനന്തപുരം മണ്ണന്തലയിൽ നാടൻ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ വഴിത്തിരിവ്. പ്രതികൾ ബോംബ് നിർമ്മിച്ചത് പോലീസിനെ ആക്രമിക്കാനെന്ന് സൂചന. പരിക്കേറ്റവരുടെ പേരിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസുണ്ടായിരുന്നു. ഇവരുടെ വീടുകളിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തി. ഇതിന്റെ വൈരാഗ്യം കൊണ്ട് പോലീസിനെ ആക്രമിക്കാൻ നാടൻ ബോംബ് നിർമ്മിച്ചു എന്നാണ് മണ്ണന്തല പോലീസ് വ്യക്തമാക്കുന്നത്. അഖിൽ ഷാൻ സാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിൽ പോലീസ് പറയുന്നൊരു കാര്യം, ഇവർക്ക് ഈ പോലീസിനോടൊരു വൈരാഗ്യമുണ്ട്. കാരണം ഇവർ നേരത്തെ, അതായത് ഈ 4 പേരും നേരത്തെ ഒരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഇവരുടെയൊക്കെ വീട്ടിൽ വഞ്ചൂർ പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ഒരു നാടൻ ബോംബ് എറിയാമെന്നുള്ള ഒരു ആലോചനയിൽ എത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതും. അതിനിടെയാണ് ഇന്ന് വൈകിട്ട് 3:30 ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ബോംബ് ഇവരുടെ ഈ നിർമ്മാണത്തിനിടെ ഇത് പൊട്ടിത്തെറിക്കുകയും വലിയ അപകടത്തിന് അത് വഴിവെക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനമായും 17-കാരനായ ഒരാളുടെ 2 കൈയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണ്ടാബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനി ചോദ്യം ചെയ്യലിലൂടെയാകും വ്യക്തമാവുക. ഉന്മേഷ്. ശരി, അഖിൽ ഷാൻ സാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി, 5 പേർ മരിച്ചു, നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. SB ഓർഗാനിക്സ് എന്ന ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ TT വിനോദിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഏലൂർ പാതാളത്തെ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. 100 കണക്കിന് ആളുകളാണ് മഞ്ഞുമല്ലിലെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ജോലി പൂർത്തിയാക്കി സന്തോഷത്തോടെ എത്താറുള്ള വിനോദ് ഇത്തവണ പതിവ് തെറ്റിച്ചു. ഛേദനയേറ്റ ശരീരമായി വിനോദ് എറണാകുളം മഞ്ഞുമല്ല വീട്ടിലേക്ക് എത്തിയപ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകളാണ് മഞ്ഞുമല്ല വീട്ടിലേക്ക് എത്തിയത്. മന്ത്രി P. രാജീവ്, DRM മനീഷ് തപ്ലിയാൽ അടക്കമുള്ള പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. വൈകിട്ട് 6:45 ഏലൂർ പാതാളത്തെ ശ്മശാനത്തിൽ വിനോദിന്റെ മൃതദേഹം സംസ്കരിച്ചു. 24 കൊച്ചി.
തൃശൂരിൽ ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രജനീകാന്ത് രണജിത്തിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. വിനോദിന്റെ ശരീരത്തിലൂടെ എതിർവശത്തുകൂടി വന്ന ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു. തൃശൂരിൽ നിന്നാണ് പ്രതി രജനീകാന്ത് രണജിത്ത് എറണാകുളം പട്ന എക്സ്പ്രസിൽ കയറുന്നത്. ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര S11 കമ്പാർട്ട്മെന്റിൽ. ഇതിനിടെ പരിശോധനയ്ക്കെത്തിയ TTE വി വിനോദ് നിയമലംഘനത്തിന് 1000 രൂപ പിഴ ചുമത്തി. ഈ വിരോധത്തിൽ മദ്യലഹരിയിലായിരുന്ന പ്രതി ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്ന വിനോദിനെ പിന്നിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആർ. കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രജനീകാന്തയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേശനാണ് അന്വേഷണ ചുമതല. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനം. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷണ പരിധിയിലുണ്ട്. തലക്കേറ്റ ആഘാതമാണ് മരണകാരണമെന്നും ശരീരം 9 ഭാഗങ്ങളായി വേർപെട്ടുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. പ്രതിയെ സംഭവം നടന്ന വെളപ്പായയിലെത്തിച്ച് തെളിവെടുത്തു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സാന്ദ്ര മേരി നെറ്റോ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രജനീകാന്ത് രണജിത്തിനായി അഭിഭാഷകനും ഹാജരായി. ഹൈക്കോടതി അഭിഭാഷകൻ അനൂപ് ആന്റണി സമർപ്പിച്ച വക്കാലത്ത് കോടതി സ്വീകരിച്ചു. രജനീകാന്തയുടെ ഭാര്യ റീനയാണ് തങ്ങളെ സമീപിച്ചതെന്ന് അഡ്വക്കേറ്റ് അനൂപ് ആന്റണി പറഞ്ഞു. തൃശൂരിൽ നിന്നും സൂരജ് സജി, 24. ദേശീയ തലത്തേക്ക് പോകുകയാണെങ്കിൽ മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ജയിൽ മോചിതനായെന്ന വാർത്ത വരുന്നു. തിഹാർ ജയിലിന് പുറത്ത് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സഞ്ജയ് സിംഗിനെ സ്വീകരിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി സുനിത കെജ്രിവാളിനെ കണ്ടു. ഇത് ആഘോഷത്തിനുള്ള നേരമല്ല, പോരാട്ടത്തിനുള്ള സമയം എന്നായിരുന്നു സഞ്ജയ് സിംഗിന്റെ പ്രതികരണം. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ സ്വീകരണമാണല്ലോ സഞ്ജയ് സിംഗിന് പ്രവർത്തകർ നൽകിയത്, വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, തീർച്ചയായിട്ടും സഞ്ജയ് സിംഗിന് ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കിടന്ന സഞ്ജയ് സിംഗ് ഇന്ന് ജയിൽ മോചിതനായ ആ ഒരു അവസരം അത് വലിയ രീതിയിൽ ആഘോഷമാക്കുക തന്നെയാണ് ആം ആദ്മി പ്രവർത്തകർ ചെയ്തത്. കാരണം അദ്ദേഹത്തെ തിഹാർ ജയിലിൽ നിന്ന് സ്വീകരിച്ചത് പൂവെറിഞ്ഞും ഹർഷാരവങ്ങളും അതുപോലെ തന്നെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇത് ആഘോഷത്തിന്റെ ഒരു സമയമല്ല, മറിച്ച് പോരാട്ടത്തിന്റെ സമയമാണ്. കാരണം ആം ആദ്മിയുടെ മറ്റു നേതാക്കൾ, കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അവർ പുറത്തു വന്നതിന് ശേഷം ആഘോഷമാക്കുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സഞ്ജയ് സിംഗ് പാർട്ടി ആസ്ഥാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ചെന്ന് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന ഇന്നോവ, ഇതിനുള്ളിലാണ് സഞ്ജയ് സിംഗ് ഉള്ളത്. സഞ്ജയ് സിംഗും സഞ്ജയ് സിംഗിന്റെ കുടുംബവും ഭാര്യ അനിത സിംഗ് ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിലുള്ളത്. തൊട്ടുപുറകിലായി മന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കമുള്ളവരുണ്ട്. പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അല്പസമയത്തിനകം തന്നെ ITOയിലെ ആം ആദ്മിയുടെ പാർട്ടി ആസ്ഥാനത്തെത്തി അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം അല്പം മുൻപാണ് കേജ്രിവാളിന്റെ വസതിയിലെത്തി സുനിത കെജ്രിവാളിനെ കണ്ടത്. ആ സമയത്ത് മന്ത്രി സൗരഭ് ഭരദ്വാജ് അറിയിച്ചത് ഇതേ കാര്യമാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങൾ അത് പോരാട്ടത്തിന്റെ സമയമാണ്. കേജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ അത് പൂട്ട് തകർത്ത് ജയിലിലെ പൂട്ട് തകർത്ത് തന്നെ പുറത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ ആം ആദ്മിയുടെ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാക്കി കൂടി ആം ആദ്മി ഇതിനെ മാറ്റുകയാണ്. കാരണം സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചതും ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഇഡിക്കെതിരെ കോടതി ഉന്നയിച്ച വിമർശനങ്ങളും അതുൾപ്പെടെയുള്ളവയാണ് ആം ആദ്മി ഇപ്പോൾ പ്രചാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഏതായാലും സഞ്ജയ് സിംഗ് ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു. അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ്. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയത്. മദ്യനയ അഴിമതി കേസിലെ ED നടപടി ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നാളെ വിധി പറയും. പ്രഥമദൃഷ്ട്യാ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. അധിക്ഷേപിക്കാനും ദുർബലമാക്കാനുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അറസ്റ്റ് ചെയ്തതെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. ആം ആദ്മി പാർട്ടിയെ തകർക്കാനും പ്രചാരണത്തിനായി ഇറങ്ങുന്നത് തടയാനുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കെജ്രിവാൾ വാദിച്ചു. PMLA ചട്ടം 50 അനുസരിച്ച് കെജ്രിവാളിന്റെ മൊഴി വീട്ടിൽ നിന്ന് രേഖപ്പെടുത്താൻ പോലും ED ശ്രമിച്ചില്ലെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയെ അറിയിച്ചു. കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയാൽ ജാമ്യം നിരസിക്കാമെന്നും പണം കണ്ടെത്തിയിട്ടില്ല എന്നതിന് കള്ളപ്പണ ഇടപാട് നടന്നില്ല എന്ന അർത്ഥമില്ലെന്നും EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വ്യക്തമാക്കി. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതായും ED കോടതിയെ അറിയിച്ചു. ജയിലിൽ കെജ്രിവാളിന് ദേഹാസ്വാസ്ഥ്യമുണ്ടെന്നും ശരീരഭാരം 13 ദിവസം കൊണ്ട് 4.5 കിലോ കുറഞ്ഞുവെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. എന്നാൽ ഇക്കാര്യം ജയിൽ അധികൃതർ നിഷേധിച്ചു.
BJP-യിൽ ചേർന്നില്ലെങ്കിൽ ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ BJP ഡൽഹി ഘടകം അതിഷിക്ക് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. 24 ഡൽഹി. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. സ്വന്തം തട്ടകത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് 2-4 ഗോളിന് തോൽവി വഴങ്ങി. റെഡ് കാർഡ് ലഭിച്ച ജിക്സൺ സിംഗും നവോച്ച സിംഗും പുറത്തായതാണ് ടീമിന് തിരിച്ചടിയായത്. അനിൽ വാസ്തവ് ഇപ്പോൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പ്ലേ ഓഫിൽ കിടന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. പക്ഷേ സ്വന്തം തട്ടകത്തിൽ ഒരു കനത്ത പരാജയം തന്നെയാണ് ഈസ്റ്റ് ബംഗാളിനോട് നേരിട്ടത്. തുടക്കത്തിൽ ലീഡെടുത്ത് കേരളം നന്നായി തുടങ്ങിയതാണ്, ബ്ലാസ്റ്റേഴ്സ് നന്നായി തുടങ്ങിയതാണ്. ഫ്യൂദർ സെർണിച്ചിലൂടെ മികച്ച രീതിയിൽ തുടങ്ങിയതായിരുന്നു. പക്ഷേ 45-ാം മിനിറ്റിൽ ജിക്സൺ സിംഗ് റെഡ് കാർഡ് വഴങ്ങി പുറത്തായത് കളിയിലെ ഒരു ക്രൂഷ്യൽ മൊമെൻ്റായി. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു പെനാൽറ്റി വഴങ്ങി ഈസ്റ്റ് ബംഗാൾ അതിലൂടെ ലീഡ് ഒപ്പം എത്തുകയും പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഏറ്റവും ഒടുവിൽ നവോച്ച സിംഗും കൂടി റെഡ് കാർഡ് കണ്ടതോടെ മത്സരത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും കേരള ബ്ലാസ്റ്റേഴ്സ് 9 പേരുമായിട്ടാണ് കളിച്ചത്. അതൊക്കെ തന്നെ ഡിഫൻസിൽ വലിയ പോരായ്മകളുണ്ടാക്കി. അങ്ങനെ 4-2 എന്ന സ്കോറിനാണ് ജയിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞതിനാൽ കേരളത്തിന് ഈ റിസൾട്ട് വലിയ ബാധകമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ 4-ാം സ്ഥാനത്തേക്ക് മുന്നേറി ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ, അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ പ്ലേ ഓഫ് കളിക്കുക എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതാണ് ഇപ്പോൾ നഷ്ടമാക്കിയിരിക്കുന്നത്. ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. എന്തായാലും ഒരു മോശം പ്രകടനം തന്നെയാണ് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കേരളത്തിൻ്റെ കളി? നല്ല കളിയായിരുന്നു. തോൽവി സാധാരണയാണ്, കുഴപ്പമില്ല. പ്ലേ ഓഫ് കയറിയില്ല. റെഡ് കാർഡൊക്കെ കിട്ടിയത് വലിയ തിരിച്ചടി. നന്നായിട്ട് കളിച്ചു. റെഫറിയാണ് കളി പൊട്ടിച്ചത്. നമ്മൾ നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് പൊരുതി, അവസാനം വരെ പൊരുതി. നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു. ഡിഫൻസിലൊക്കെ ധാരാളം പാകപ്പിഴകൾ ഉണ്ടായിരുന്നു വെച്ചാൽ എന്താണ്, മുന്നിൽ കയറിപ്പോയ ബാക്ക് ഇറങ്ങി വരാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിമിത്രിയോസിനെ പിൻവലിച്ചതൊക്കെ ഒരു തിരിച്ചടിയായി. ഇല്ലില്ല, അത് ഡിമിക്ക് കളിക്കാൻ പറ്റിയില്ല. പ്ലസ് റെഡ് കാർഡ് വന്ന് ഓൾറെഡി പ്ലേയേഴ്സ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഡിഫൻസിലെ ആൾക്കാർ വേണം. നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഡ്രോ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ വീണ്ടും റെഡ് കാർഡ് വന്നു. അപ്പം ഡിമിട്രിയോസ് സമീപകാലത്തൊക്കെ വലിയ തിരിച്ചടിയാണ്. ഒരു ജയം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മളൊരു പ്ലേ ഓഫിന് മുമ്പ് നമുക്കൊരു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി. എന്നാൽ പക്ഷേ ഈ കളി മതിയോ? ഈ കളി പോരാ. പക്ഷേ ഇത് നമ്മളായിട്ട് കളിച്ചാലല്ലോ, റെഫറായിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിച്ചാണല്ലോ. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തോറ്റാലും ജയിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന് തോൽവി വഴങ്ങേണ്ടി വന്നിരിക്കുന്ന അനിൽ വാസ്തവാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.